ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. യുവമനസ്സുകളിൽ ശാസ്ത്ര അഭിരുചി വളർത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18ാമത് അസ്ട്രോണമി ആസ്ട്രോഫിസിക്സ് ഒളിമ്പ്യാഡിനെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 64 രാജ്യങ്ങളിൽ നിന്നുള്ള 300-ലധികം പേർ ഒളിമ്പ്യാഡിൽ പങ്കെടുക്കുന്നുണ്ട്. ഒഡീഷ, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലായി 4594 കോടി രൂപയുടെ 4 പുതിയ സെമി കണ്ടക്ടർ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ചാർബാഗ് മുതൽ വസന്ത് കുഞ്ച് വരെയുള്ള ലക്നൌ മെട്രോ പദ്ധതിക്കും കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. അരുണാചൽ പ്രദേശിലെ ഷിയോമി ജില്ലയിൽ നിർമ്മിക്കുന്ന 700 മെഗാവാട്ട് ശേഷിയുള്ള ടാറ്റോ 2 ജലവൈദ്യുതി പദ്ധതിക്കും അനുമതിയായി. ദേശീയ കായിക ഭരണ ബില്ലിനും ഉത്തേജക മരുന്ന് വിരുദ്ധ ബില്ലിനും പാർലമെന്റിന്റെ അംഗീകാരം. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലുകൾ രാജ്യസഭയും ഇന്ന് അംഗീകരിക്കുകയായിരുന്നു. പുതിയ ആദായ നികുതി ബിൽ, ടാക്സേഷൻ ഭേദഗതി ബിൽ എന്നിവയ്ക്കും രാജ്യസഭ അംഗീകാരം നൽകി. ഇന്ത്യൻ തുറമുഖ ബിൽ 2025 ലോക്സഭ പാസാക്കി. അതേസമയം വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം രൂക്ഷമായി. നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ ഇരുസഭകളും തിങ്കളാഴ്ച പുനരാരംഭിക്കും. ഉത്തരാഖണ്ഡിലെ ധരാലി ഹർസിൽ മേഖലയിൽ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇതുവരെ 1308 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ 68 പേരുടെ പട്ടിക ഉത്തരകാശി ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ 25 പേർ നേപ്പാളി വംശജരാണ്. കാലാവസ്ഥ മെച്ചപ്പെട്ടതോടെ മാറ്റ്ലി ഹെലിപ്പാഡിൽ നിന്ന് ഭക്ഷണവും മറ്റു ദുരിതാശ്വാസ സാമഗ്രികളും ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് വിമാനമാർഗം എത്തിച്ചു. ആധാറിന്റെ സുരക്ഷ, വിശ്വാസ്യത എന്നിവ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി സംയുക്ത ഗവേഷണത്തിനും വികസനത്തിനുമായി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ കരാറിൽ ഒപ്പുവെച്ചു. 5 വർഷത്തേക്കാണ് കരാർ. തട്ടിപ്പ്, അപാകത എന്നിവ കണ്ടെത്തുന്നത് ഉൾപ്പെടെ കരാറിലുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള ചില ചണം അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് കേന്ദ്ര സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ചണ തുണിത്തരങ്ങൾ, കയറുകൾ, ബാഗുകൾ തുടങ്ങിയവ ഇനി മഹാരാഷ്ട്രയിലെ നവാശേവ തുറമുഖം വഴി മാത്രമേ അനുവദിക്കൂ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ ലാൻഡ് പോർട്ടുകൾ വഴിയുള്ള ഇറക്കുമതിയും നിരോധിച്ചിട്ടുണ്ട്. സപ്ലൈകോ ഓണ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 25-ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫെയറിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. കേരാഫിഡ് വെളിച്ചെണ്ണ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ 457 രൂപയ്ക്ക് ലഭ്യമാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി വെളിച്ചെണ്ണ ഉത്പാദന വിപണന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മിന്നൽ പരിശോധന നടത്തി. 7 ജില്ലകളിൽ നിന്നായി 16,565 ലിറ്റർ സംശയാസ്പദമായ വെളിച്ചെണ്ണ പിടികൂടി. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതികൾ ടോൾ ഫ്രീ നമ്പറായ 1800-455-1125 അറിയിക്കണമെന്നും പരിശോധനകൾ തുടരുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ മികവ് ഓരോ ആരോഗ്യ പ്രവർത്തകരുടെയും പ്രവർത്തന ഫലമാണെന്ന് മന്ത്രി വീണ ജോർജ്. മലപ്പുറം കോട്ടപ്പടി താലൂക്ക് ആശുപത്രിയിലെ നേത്രചികിത്സാ വിഭാഗത്തിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 20-ന് സദ്ഭാവന ദിനാചരണം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. എല്ലാ ജില്ലാ കളക്ടർമാരും വകുപ്പ് മേധാവികളും ബുധനാഴ്ച രാവിലെ 11 മണിക്ക് സദ്ഭാവന ദിനപ്രതിജ്ഞാ ചടങ്ങ് നടത്തണമെന്ന് പൊതുഭരണ വകുപ്പ് സർക്കുലറിൽ അറിയിച്ചു. സ്കൂളുകളിലെ ആഘോഷ ദിനങ്ങളിൽ യൂണിഫോം നിർബന്ധമാക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. തിരുവനന്തപുരം തൈക്കാട് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. UKG മുതൽ 4 വരെയുള്ള ക്ലാസുകളിൽ 4 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അറബിക്കടൽ തീരങ്ങളിൽ തിമിംഗലങ്ങൾ ചത്തടിയുന്ന സംഭവങ്ങളിൽ 10 മടങ്ങ് വർധനയെന്ന് CMFRI പഠനം. കേരളം, കർണാടക, ഗോവ തീരങ്ങളിലാണ് തിമിംഗലങ്ങൾ ഏറ്റവും കൂടുതൽ ചത്തടിയുന്നത്. കപ്പൽ ഗതാഗതത്തിലെ വർധന, മത്സ്യബന്ധനം, പാരിസ്ഥിതിക ഘടകങ്ങൾ, ആഴം കുറഞ്ഞ തീരക്കടൽ എന്നിവയാണ് ഇതിന് കാരണമെന്നും പഠനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോട്ടയം, എറണാകുളം, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 15ാമത് ജൂനിയർ ദേശീയ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി 2ാം വർഷവും ജാർഖണ്ഡ് ചാമ്പ്യന്മാരായി. ജാർഖണ്ഡിനായി സ്വീറ്റി ഡങ്ഡങ്ങും ശാന്തി കിമാരിയും 2 ഗോളുകൾ വീതം നേടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.